ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ പലരും തന്നെ വ്യത്യസ്ത രീതികളിലായിരിക്കും സ്റ്റിയറിംഗ് തിരിക്കുന്നത്. ഇതിൽ ചില ആൾക്കാർ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് തിരിക്കുന്ന ഒരു മെത്തേഡാണ് ഇത്തരത്തിലുള്ള ക്രോസ് ഓവർ മെത്തേഡിൽ വാഹനം ഡ്രൈവ് ചെയ്യുക എന്നുള്ളത്. മറ്റു ചില ആൾക്കാർ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഒരു കൈ ഗിയർ ലിവറയിലൊക്കെ വെച്ച് ഇത്തരത്തിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരുമുണ്ട്. അതുപോലെ തന്നെ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് വീലിന്റെ സെന്റർ പൊസിഷനിൽ കൈ പിടിച്ചുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഒരു മെത്തേഡ്? ഒട്ടുമിക്ക ഡ്രൈവേഴ്സും വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് 10-10 പൊസിഷനിൽ കൈകൾ പിടിച്ചുകൊണ്ട് സ്റ്റിയറിംഗ് തിരിക്കുന്ന മെത്തേഡ്. അതായത് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തിരിക്കാം, റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിക്കാം. നല്ല വളവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ക്രോസ് ഓവർ മെത്തേഡ് അനുസരിച്ച് വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന മെത്തേഡ്. ഈ മെത്തേഡിൽ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്താലുള്ള മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീലിന്റെ നടുഭാഗത്താണ് ഇപ്പോൾ എല്ലാ വാഹനത്തിന്റെ എയർ ബാഗ് സംവിധാനം വരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ നമ്മുടെ കൈ ഇത്തരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ എയർ ബാഗ് നമ്മുടെ കയ്യിലടിച്ച് നമ്മുടെ കൈക്ക് പരിക്കുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ കൈ നമ്മളുടെ മുഖത്തടിച്ച് നമ്മളുടെ മുഖഭാഗത്തിനും പരിക്കുകൾ വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മെത്തേഡിൽ ഒരു കാരണവശാലും വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് പാടില്ല. റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് 9-3 പൊസിഷനാണ്. അതായത് സ്റ്റിയറിംഗ് വീലിന്റെ നടുഭാഗത്ത് നമ്മൾ കൈകൾ പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്യുന്ന ഈ മെത്തേഡ്. ഇതിന് പുഷ് പുൾ മെത്തേഡ് എന്ന് പറയും. നമ്മൾ ഇത്തരത്തിൽ സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തിരിക്കുന്ന മെത്തേഡ്. ഈ മെത്തേഡിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അപകടം ഒഴിവാക്കിക്കൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ ഏത് ടേൺ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും, നിവർത്താനായിട്ടും സാധിക്കും. സിംഗിൾ ഹാൻഡ് ഡ്രൈവിംഗ് ഇത് ഒരു കാരണവശാലും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. ഇത് ഒരു കാരണവശാലും ചെയ്യാനായിട്ടും പാടില്ല. നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ചെറിയൊരു കല്ലിലേക്കോ കുഴിയിലേക്കോ ഒക്കെ കയറി കഴിഞ്ഞാൽ ഒറ്റ കൈയിലാണെങ്കിൽ സ്റ്റിയറിംഗ് വെട്ടാനും സ്റ്റിയറിംഗിൽ നിന്ന് നമ്മുടെ കൈ മാറിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും 2 കൈയും സ്റ്റിയറിംഗ് വീലിൽ വെച്ചുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യുക. പിന്നെയുള്ള അടുത്തൊരു മെത്തേഡാണ് 8-4 പൊസിഷനിൽ ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത്. 8-4 പൊസിഷൻ ഇതും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. പരമാവധി 9-3 പൊസിഷനിൽ 2 കൈകളും സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ട് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.